السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അനുയായികളെ പറ്റിയിട്ട് സംസാരിച്ചു. ഓരോരുത്തരുടെയും ഗുണങ്ങളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും കാർക്കശ്യമുള്ള ആള്, കണിശതയുള്ള ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, ലജ്ജയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. വഅഖദാഹും അലിയുൻ, രണ്ടാൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം തീരുമാനമാക്കാൻ, അവർക്കിടയിൽ വിധി പറയാൻ ഏറ്റവും നല്ല ആള് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഅഫ്റദുഹും സയ്യിദ് ഇബ്നു സാബിത്ത്, അനന്തരാവകാശ നിയമങ്ങളുടെ കാര്യത്തിൽ അറിവുള്ള ആള് സയ്യിദ് ഇബ്നു സാബിത്ത് ആണ്. വഅഖറഉഹും ഉബൈ, ഓരോ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ഖുർആൻ ഓതുന്ന ആള്, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ആള് ഉബൈ ഇബ്നു കഅബാൻ. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ, ഹലാലിനെ പറ്റിയിട്ടും ഹറാമിനെ പറ്റിയിട്ടും ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള് മുആദ് ഇബ്നു ജബലാണ്. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥിയെ പറ്റിയിട്ടും നല്ല കാഴ്ചപ്പാടുള്ള, ധാരണയുള്ള അധ്യാപകനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക. അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും കണിശത കാണിച്ചിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാ പറഞ്ഞത്. ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അന്തം വിട്ടു നിന്നു പോകും. ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിലെടുത്ത നിലപാടുകൾ കണ്ടിട്ട് അത്ര മനോഹരമായിട്ടാണ്, അത്ര സുന്ദരമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്തിരുന്നത്. അബൂ ലുഅ്ലുവിന്റെ കുത്ത് കിട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈത്തപ്പഴ നീര് അദ്ദേഹത്തിന്റെ മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചു വരാൻ, അദ്ദേഹത്തിന് കൊടുക്കുന്ന പാല് കുത്തേറ്റ മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ. അപ്പൊ എത്ര ആഴത്തിലുള്ള മുറിവായിരിക്കും അത്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ വയറ്റിലൂടെ, മുറിവിലൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് എത്ര ആഴത്തിലുള്ള മുറിവായിരിക്കും. അങ്ങനെ വൈദ്യന്മാർ വന്നു, ഒരു പറഞ്ഞു ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട്, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. പല സഹാബിമാരും ഉമർ റളിയല്ലാഹുവിനെ വന്ന് കാണുന്നു, സന്ദർശിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അയാൾ വന്നു, ഉമർ റളിയല്ലാഹുവിനെ കണ്ടു, ഖലീഫയെ കുറെ പുകഴ്ത്തി, നല്ല വാക്കുകൾ പറഞ്ഞ് അയാൾ മടങ്ങിപ്പോയി. അപ്പൊ തിരിച്ചു നടന്നപ്പോ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരോട് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, റുദ്ദു അലയ്യൽ ഗുലാം, അയാൾ നിങ്ങൾ ഒന്നുകൂടി എന്റെ അടുത്തേക്ക് വിളിക്കണം, എനിക്ക് അയാളോട് ഒന്നുകൂടി സംസാരിക്കണം. ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? യബ്ന അഖി ഇർഫഅ സൗബക്, നീ നിന്റെ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്ക്, അത് നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഫഇന്നഹു അബ്കാ ലി സൗബിക് വഅത്ഖാ ലി റബ്ബിക്, അതാണ് എന്റെ വസ്ത്രത്തിനും നല്ലത്, നിന്റെ റബ്ബിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അതാണ് നീ ചെയ്യേണ്ടത്. നമ്മൾ ആലോചിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന അവസ്ഥയാണ്. മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു അധ്യാപനം എത്ര കണിശമായിട്ടാണ് അവര് പാലിക്കുന്നത്. അതിനെതിരെ ഒരു സംഭവം കാണുമ്പോൾ എങ്ങനെയാണ് അവർ ഇടപെടുന്നത്, പ്രതികരിക്കുന്നത്. ഇപ്പൊ നിസ്കാരത്തിലടക്കം നമ്മളിൽ പല ആൾക്കാരുടെയും വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്. ചില ആൾക്കാർക്ക് തോന്നുന്നത് ഇതൊക്കെ എത്ര ഗൗരവത്തിൽ ഊന്നി പറയേണ്ടതുണ്ടോ,
ഇപ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആഗോള മുസ്ലിങ്ങൾ നേരിടുന്ന എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ വസ്ത്രത്തിന്റെ നീളാണോ പറയുന്നത്? മരണത്തിന് മുന്നിൽ കണ്ടു കിടക്കുമ്പോഴും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതൊരു പ്രശ്നമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്ന ആളോട് ചോദിക്കുന്നില്ല, നിങ്ങൾ അഹങ്കാരത്തോട് കൂടിയാണോ ആ വസ്ത്രം നിലത്ത് വെച്ച് നടക്കുന്നത്, അതല്ല അഹങ്കാരം ഇല്ലാതെയാണോ? അഹങ്കാരത്തോട് കൂടിയാണെങ്കിൽ ഒന്ന് കയറ്റി കൊടുത്താളി, അഹങ്കാരം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊന്നും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. നേരെ ചോദിക്കുന്നു, അത് കയറ്റി ഉയർത്തിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അഹങ്കാരത്തോട് കൂടിയാണെങ്കിലും അല്ലെങ്കിലും പ്രശ്നം തന്നെയാണ്. അഹങ്കാരത്തോട് കൂടിയാണെങ്കിൽ അതൊന്നുകൂടി ഗൗരവമുള്ളതാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാർ, നെരിയാണിക്ക് താഴെയുള്ളത് അത് നരകത്തിലാണ്. അപ്പൊ ആണിന്റെ വസ്ത്രമായാലും പെണ്ണിന്റെ വസ്ത്രമായാലും അതിന്റെ നീളവും വീതിയും കണക്കാക്കുന്നത് നമ്മളല്ല. നമ്മളെ ദീന് പറഞ്ഞൊരു നിലപാട് ആ വിഷയത്തിൽ ഉണ്ട്. അത് കർശനമായിട്ട് നമ്മൾ പാലിക്കണം. ഇപ്പൊ ഈദിന് പുതിയ കുപ്പായെടുത്ത ആൾക്കാരായിരിക്കും നമ്മളൊക്കെ, ഇനി എടുക്കാനുള്ള ആൾക്കാരുണ്ടാകും. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ആണിന്റെ വസ്ത്രമായാലും പെണ്ണിന്റെ വസ്ത്രമായാലും അവിടെ നമ്മുടെ ദീന് പറയുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണം. ഫാത്തിമ ബീവിയുടെ അവസാനത്തെ വസിയത്തുകളിൽ ഒന്നെന്തായിരുന്നു എന്നറിയോ? എന്നെ മറവ് ചെയ്യുമ്പോൾ നിങ്ങൾ രാത്രി മറവ് ചെയ്യണം. എന്തിനാ രാത്രി മറമാടാൻ പറഞ്ഞത്? അന്ന് മയ്യത്ത് കട്ടിലിന്റെ മുകളിലുള്ള ആ മറ ഉണ്ടായിരുന്നില്ല. അന്നത്തെ മയ്യത്ത് കട്ടിലിന്റെ മുകളില് മറ ഇല്ലാത്ത മയ്യത്ത് കട്ടിലാണ്. അപ്പൊ അതിലൂടെ കൊണ്ടുപോകുമ്പോ പകൽ സമയമാകുമ്പോ എല്ലാവരും കാണുമല്ലോ. ആ മയ്യത്ത് കട്ടിലൊന്ന് ചാഞ്ഞ് ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോ അവരുടെ ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ടാകും. എന്നാലും ആ മറച്ച ശരീരത്തിലെ വസ്ത്രം ഒന്ന് ടൈറ്റായിട്ട് അവരുടെ ശരീരത്തിന്റെ ആകാര ഭംഗിയും വടിവൊക്കെ ബാക്കിയുള്ളവർ കാണുമോ എന്നുള്ള പേടിയായിരുന്നു ഫാത്തിമ ബീവിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞത് നിങ്ങൾ രാത്രി മറവ് ചെയ്യണമെന്നാണ്. അപ്പൊ എത്ര സൂക്ഷ്മതയാണ് ആ വിഷയത്തിലൊക്കെ അവർ കാണിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. രണ്ട് ടീമിനെയാണ് നബി എണ്ണിയത്. അതിൽ ഒന്ന് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായ സ്ത്രീകളാണ്. ഉടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടുണ്ട്, ഉടുത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒന്നുകിൽ ഇറക്കം കുറഞ്ഞ കുപ്പായായിരിക്കും, കാലൊക്കെ ഫുള്ള് പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഇറുകി പിടിച്ച കുപ്പായം, ശരീരത്തിന്റെ വടിവും ആകാര ഭംഗിയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും, ഓൾ ഉടുത്തോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ശരീരത്തിന്റെ തൊലിയുടെ നിറം പുറത്തേക്ക് കാണുന്ന കോലത്തിലുള്ള കുപ്പായം. ഇതൊക്കെ ഉടുത്ത ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞത് സ്വർഗത്തിന്റെ പരിമളം പോലും ഓർക്ക് അനുഭവിക്കാൻ കഴിയൂല എന്നാണ്. സ്വർഗത്തിന്റെ പരിമളം എത്ര ദൂരേക്ക് ഒരു മനുഷ്യർക്ക് അനുഭവിക്കാൻ പറ്റും അറിയും, അതുപോലും ഓർക്ക് കിട്ടൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വിഷയത്തിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ കണിശത കാണിക്കണം. നോമ്പിലൂടെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം തഖ്വയാണല്ലോ. എന്താ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്. അള്ളാഹും അള്ളാഹുന്റെ റസൂലും നമ്മളോട് വിലക്കിയ കാര്യങ്ങൾ നമ്മൾ പാടെ ഒഴിവാക്കുക, അള്ളാഹുന്റെ ശിക്ഷ പേടിച്ചുകൊണ്ട്. ആ തഖ്വ നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ കുപ്പായത്തിൽ കാണണം, നമ്മുടെ കോലത്തിൽ കാണണം, നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണണം. നമ്മൾ ഒറ്റക്കാകുമ്പോഴും ആൾക്കൂട്ടത്തിനിടയിലാകുമ്പോഴും ആ തഖ്വയുടെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കണിശമായിട്ട് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാൻ.